ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 14-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1299 മേടമാസം 31-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 24-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6 മണി 7 മിനിറ്റിനും അസ്തമയം വൈകുന്നേരം 6 മണി 30 മിനിറ്റിനുമാണ്. നാളത്തെ തീയതി സപ്തമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11 മണി 25 മിനിറ്റിനാണ്. പൂയം നക്ഷത്രം അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 1 മണി 7 മിനിറ്റിനാണ്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂയം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂയം നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകക്കുറിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് പൂയം നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതിയാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം ആടാണ്, ഭൂതം ജലമാണ്, പക്ഷി ചകോരമാണ്, വൃക്ഷം അരയാലാണ്. ശനിദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. അപ്പോൾ എല്ലാ പൂയം നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ശനിദശാകാലം. ശനിദശാകാലത്തിൻ്റെ ദൈർഘ്യം 19 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദശാകാലം ഏറ്റവും കൂടുതലുള്ളത് ശുക്രദശാകാലമാണ്. തൊട്ട് പുറകിൽ വരുന്നത് ശനി ദശാകാലമാണ്. ശനി ദശാകാലം 19 വർഷമാണ്. ഈ പൂയ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗുരുഭക്തിയും മതനിഷ്ഠയും ഉള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ നക്ഷത്രക്കാർ ധനം, വിദ്യ, കുടുംബം, വാഹനം, സന്താനം, സ്ത്രീസുഖം എന്നിവയിൽ ഭാഗ്യമുള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. ഇവരുടെ സ്വഭാവം മറ്റുള്ളവർ ഇഷ്ടപ്പെടുക നിമിത്തം ആരുമായും ഇടപെടുന്നതിന് ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഏറ്റെടുക്കുന്ന ചുമതലകൾ സത്യസന്ധമായും പൂർണ്ണമായും ഇവർ ആ ചുമതല നിറവേറ്റുന്നവരാണെന്നാണ്, ആത്മാർത്ഥമായും നിറവേറ്റുന്നവരാണ് പൂയം നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ആത്മവിശ്വാസവും അതുപോലെ തന്നെ സൂക്ഷ്മതയും മൂലം ഇവർക്ക് ഇവരെക്കുറിച്ചുള്ള ഒരു വിശ്വാസം, ദൃഢമായ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടും ഇവരുടെ സൂക്ഷ്മത മൂലവും ഏത് കാര്യവും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്ന ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് ഇവർ ഉയർന്ന നിലയിൽ എത്തിച്ചേരാൻ സാധ്യതയുള്ളവരാണെന്നും ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ കുടുംബസ്നേഹികളാണെന്നും അതിഥി സൽക്കാര പ്രിയരാണെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ പൂയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബ ഐശ്വര്യം, സൗന്ദര്യം, ബന്ധുഗുണം, ആരോഗ്യമുള്ള ശരീരം, സാധു സ്വഭാവം എന്നിവയുള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ ഈ പൂയ നക്ഷത്ര ജാതകർ മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്ന് പറയുന്നു. മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ മകം, ഉത്രം, ചിത്തിര, അവിട്ടം, ചതയം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. പൂയ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ശനി ദശാകാലമാണ്. ശനി ദശാകാലം 19 വർഷമാണ്. എല്ലാവർക്കും 19 വർഷം വന്നു ചേരണമെന്നില്ല. ചിലർക്ക് 15 വർഷം 16 വർഷമൊക്കെ വന്നു ചേർന്നിരിക്കാൻ. അപ്പോൾ ഒരു പൂയ നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ആദ്യത്തെ ദശാകാലം ശനി ദശാകാലം ഒരു 16 വർഷമുണ്ടെന്നിരിക്കട്ടെ, 16 വയസ്സ് വരെ ആയിരിക്കും ശനി ദശാകാലം. പിന്നീട് അടുത്ത ദശാകാലം എന്ന് പറയുന്നത് ബുധൻ്റെ ദശാകാലമാണ്. അപ്പോൾ അത് 17 വർഷമുണ്ട്. 16 17 33. പിന്നെ 7 വർഷം കേതുവിൻ്റെ ദശാകാലം 40ആയി. പിന്നെ 20 വർഷം ശുക്രദശാകാലം 60ആയി. അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യദശാകാലം 66. പിന്നെ ചന്ദ്രദശാകാലം 10. 66 10 76. പിന്നെ 7 വർഷം കുജദശാകാലം 76 7 83. 83 കഴിഞ്ഞാൽ പിന്നെ 18 വർഷം രാഹുദശാകാലം 83 കിട്ടും 91 101 കഴിഞ്ഞാൽ പിന്നെ രാഹുവിൻ്റെ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലം, അങ്ങനെ 117. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർ ഗ്രഹനില എടുത്തിട്ട് ജനനശിഷ്ട ദശാകാലം എത്ര മിച്ചമുണ്ടോ അതുപ്രകാരം തൊട്ടടുത്ത ദശാകാലമായ ബുധദശാകാലം കൂടെ കൂട്ടി ഇപ്പോൾ എത്ര വയസ്സിലാണ് ജീവിക്കുന്നത് അതനുസരിച്ച് കണക്ക് കൂട്ടിയാൽ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവർക്ക് തന്നെ ഈസിയായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ദശാകാലം, ഈ പൂയ നക്ഷത്ര ജാതകരുടെ ദശാകാലം പ്രായമനുസരിച്ച് ഏത് ദശാകാലത്തുകൂടിയാണ് പോകുന്നത്, ആ ദശാകാലം ശോഭനമാണോ ഇല്ലയെന്ന് നോക്കുക. ശോഭനമായൊരു ദശാകാലം അല്ലെങ്കിൽ നല്ല ഫലം തരുന്നൊരു ദശാകാലം അല്ലെങ്കിൽ അതിൻ്റെതായ പ്രതിവിധികൾ, പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ ശനി ദശാകാലത്താണ് പ്രതിസന്ധി ഉണ്ടാകുന്നതെങ്കിൽ, അതായത് ബാല്യകാലത്തിലൊക്കെ അരിഷ്ടതയും പ്രയാസവും കഷ്ടതയൊക്കെ ആണെങ്കിൽ, മാതാപിതാക്കൾക്ക് ദുഃഖവും ദുരിതമൊക്കെ ആണെങ്കിൽ, ശനിയുടെ സ്ഥാനം അനിഷ്ട സ്ഥാനസ്ഥിതിയാണെങ്കിൽ ശനീശ്വര പൂജ, സർവൈശ്വര്യ പൂജ, ശനീശ്വര പൂജ, അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രങ്ങളിലുള്ള പൂജ, അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ, ശാസ്താവിന ക്ഷേത്രങ്ങളിലുള്ള പ്രത്യേക പൂജകൾ, അങ്ങനെ അയ്യപ്പനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക.
തൊട്ടടുത്ത ദശാകാലം ബുധദശാകാലമാണ്. നല്ല ജോലിയൊക്കെ കിട്ടേണ്ട സമയം. ആ സമയത്ത് നല്ല ജോലിയൊന്നും കിട്ടുന്നില്ല, വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സരസ്വതി ക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് സരസ്വതി ക്ഷേത്രങ്ങളായ അറിയപ്പെടുന്ന സരസ്വതി ക്ഷേത്രങ്ങളായ മൂകാംബിക, കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലുള്ള അതുപോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ദോഷം അകറ്റുക. പിന്നീട് വരുന്നത് കേതുവിൻ്റെ ദശാകാലമാണ്. ആ സമയത്താണെങ്കിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലമാണെങ്കിൽ ശുക്രദശാകാലം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. സ്വരച്ചടച്ചക്കുറവൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ സാന്നിധ്യം മൂലം, മധ്യസ്ഥം മൂലം അതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അതിന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോയി, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെയൊക്കെ അടുത്ത് പോയി അതിനുള്ള പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഐകമത്യ സൂക്താർച്ചനയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലം കഴിഞ്ഞാണ് സൂര്യദശാകാലം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. പിന്നീട് ചന്ദ്രദശാകാലമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടുത്തെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ പിന്നീട് തൊട്ടടുത്ത ദശാകാലം കേതുവിൻ്റെ കേതുവല്ല കുജൻ്റെ ദശാകാലത്താണെങ്കിൽ അവിടെയും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളും ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ പോയി അതിനുള്ള പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അത് പ്രിയപ്പെട്ടവർക്ക് ഇപ്പം നിത്യവും പറഞ്ഞു തരുന്ന കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ വീണ്ടും ഞാനത് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് കേൾക്കുന്നവർ, ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊരു പ്രയോജനമുണ്ടാകട്ടെ എന്നുള്ള കാര്യം കൊണ്ടാണ് നിത്യവും പറയുന്നത്. ഒരു മാസത്തിൽ ഒരു നക്ഷത്രം വരുന്നുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമാണ് പറയുന്നത്. ചിലർക്ക് ഇതൊക്കെ അരോചകമായി തോന്നിയേക്കാം. കാരണം എന്നും ഇതെന്തിനാണ് തന്നെയും പിന്നെയും പറയുന്നതൊക്കെ ചോദിക്കാം. അങ്ങനെ പറയുന്നവരുമുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം നമ്മൾ ഇപ്പം മഹാദേവനെ നിത്യവും സ്തുതിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓം നമഃ ശിവായ മന്ത്രമല്ലേ നിത്യവും ചൊല്ലുന്നത്, എപ്പോഴും നിത്യവും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോറടി തോന്നുമോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തെയും കാണുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം അതിനെ കാണണം. ചിലപ്പോൾ ഒരാളൊക്കെ ഇത് കേട്ട് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി ഇറങ്ങിപ്പോകും. അവരതിനെ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ പിന്നീട് ഒരവസരത്തിലായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു തിക്താനുഭവം വന്നപ്പോഴാണ് അവർ ഒരുപക്ഷെ ചിന്തിക്കുന്നത്, അയ്യോ അന്ന് അതൊക്കെ കേട്ടായിരുന്നു, പക്ഷേ അതൊന്നുകൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു എന്ന് ചിലപ്പോൾ അവർ ചിന്തിക്കും. അപ്പം അങ്ങനെ ഗുണകരമായിട്ടുള്ള ഒരനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പിന്നെയും ഇത് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:07 വരെ പൂയ നക്ഷത്രമാണ്. ഈ പൂയ നക്ഷത്രപ്രകാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:07 വരെ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നത് ഉത്രട്ടാതി, രേവതി, മകയിരം, കാർത്തിക, വിശാഖം, അനിഴം, പുണർതം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പൂയ നക്ഷത്രപ്രകാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:07 വരെ ഉത്രട്ടാതി, രേവതി, മകയിരം, കാർത്തിക, വിശാഖം, അനിഴം, പുണർതം എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:07 വരെ, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11:25 മുതൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 1:07 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് മൂലം, പുരാടം, തിരുവാതിര, രോഹിണി, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഇനിയും പറയാൻ പോകുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 1:07 കഴിഞ്ഞ് ഈ പൂയ നക്ഷത്രം അപ്പോൾ തീരുകയാണ്. അതിനുശേഷം ആയില്യ നക്ഷത്രമാണ് കടന്നു വരിക. അപ്പോൾ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 1:07 ഉച്ച എന്ന് പറഞ്ഞാൽ കൃത്യം 12 മണിയാണ് ഉച്ച കഴിഞ്ഞ് 1:07 ആയില്യ നക്ഷത്രമാണ് ആരംഭിക്കുന്നത്. ആയില്യ നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ ആർക്കൊക്കെയാണ് വന്നു ചേരുന്നതെന്ന് ചിന്തിക്കാം. ആയില്യ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനിഴം, തൃക്കേട്ട, രേവതി, അശ്വതി, രോഹിണി, തിരുവാതിര, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 1:07 മുതൽ ആയില്യ നക്ഷത്രപ്രകാരം അനിഴം, തൃക്കേട്ട, രേവതി, അശ്വതി, രോഹിണി, തിരുവാതിര, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കി നല്ല അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയത്ത് അതിനെയൊക്കെ പൂർണ്ണമായും
ജീവിതത്തിൽ ഉപകാരപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. എന്നാൽ ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നവരുണ്ട്. അവരുടെ കാര്യം പറഞ്ഞു തരാം. ചോതി, പുണർദം, മകീരം, കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട്. അതുകൊണ്ട് അവർ സൂക്ഷിക്കണം. അപ്പോൾ അനുകൂലമായിട്ടുള്ളവർ അനുകൂലമായ അനുഭവങ്ങളിൽ കൂടി ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുവാൻ ശ്രമിക്കണം. പ്രതികൂലമായി വന്നു ചേരുന്നവർ ആ സമയം അവരുടെ ജീവിതം ചതിയിലകപ്പെടാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ശത്രുതയിലകപ്പെടാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാം. അങ്ങനെ ഒരവസരം ഉണ്ടാക്കി കൊടുക്കാതെ അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളാണ് മുന്നിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കി അപ്പോൾ അതിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം അനുകൂലമാക്കി എടുക്കണം. അത് മനസ്സുകൊണ്ട് ചിന്ത കൊണ്ട് എനിക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വരാനിടയുണ്ട്, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അനുകൂലവും പ്രതികൂലവും ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 1:07 മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ചോതി, പുണർദം, മകീരം, കാർത്തിക എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. ഒരുപാട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാനുണ്ട്. സർക്കാർ ഓഫീസുകളിലെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ അനുകൂലമായ സമയം, അതായത് ശുഭസമയമായിട്ട് പറഞ്ഞു തരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അതിനുശേഷം 1:37 മുതൽ 3:17 വരെയും നല്ല സമയമാണ്. സാധാരണ ചൊവ്വാഴ്ച ദിവസം ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ കൊള്ളാവുന്നൊരു ദിവസമല്ല, ശുഭഗ്രഹത്തിൻ്റെ ദിവസമല്ല, പാപഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ ദിവസം നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ഒരു ശുഭദിനം നോക്കി മാത്രം ചെയ്തെടുത്ത് മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ദിവസം, അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം, ഞായറാഴ്ച ദിവസമൊക്കെയുള്ള ശുഭസമയങ്ങൾ ജ്യോതിഷം എടുത്തു പറഞ്ഞു തരുന്നത് അന്നത്തെ ദിവസം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് അനുകൂലമായ സമയം പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചൊവ്വാഴ്ച രാവിലെ 7:37 മുതൽ 12:24 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 3:17 വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ അത് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 14ആണ്. 14നെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. 1 + 4 = 5. അങ്ങനെ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവിടെ പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. നിരാശപ്പെടാതെ ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങൾ മാറിപ്പോകും. നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ്. അത് നിറങ്ങൾക്ക് ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. ആ ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആ നിറങ്ങൾ മനുഷ്യജീവിതത്തെ സ്വാധീനിച്ചു, മനുഷ്യനൊരു ശക്തി കൊടുത്തു. ആ ശക്തിയാൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാ ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ ഓർപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുള്ളവർക്കൊക്കെ സർവൈശ്വര്യ പൂജയിൽ പങ്കുചേരാം. എല്ലാ ദിവസവും 27 നക്ഷത്ര ജാതകർക്കും വേണ്ടി എല്ലാ ദിവസവും സർവൈശ്വര്യ പൂജ ചെയ്യുന്നുണ്ട്. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ചെയ്യുന്നൊരു പൂജയാണ്. 100 രൂപ ആണ് ഇതിൻ്റെ ഒരു മാസത്തെ പൂജയ്ക്കുള്ള ചിലവ്. താല്പര്യമുള്ളവർ അതിൽ പങ്കെടുക്കുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. കാരണം ഞാൻ എപ്പോഴും മഹാദേവനുമായിട്ട് പ്രാർത്ഥനയിലും പൂജയിലും ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മഹാദേവൻ പ്രസാദിക്കും. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും മഹാദേവൻ തരും, അത് ഉറപ്പാണ്. സർവേശ്വര പൂജയിൽ പങ്കുചേർന്നിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായി. എന്നെക്കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. പണം കൊടുത്ത് സഹായിക്കുവാൻ നിർവാഹമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് മഹാദേവൻ്റെ സന്നിധിയിൽ
അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പൂജ ചെയ്ത് മഹാദേവനെ പ്രീതിപ്പെടുത്തി മഹാദേവനാൽ ഉള്ള അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പല ദാമ്പത്യ ജീവിതങ്ങളും തകർന്നു പോകേണ്ടതായിരുന്നു. അവരൊക്കെ മഹാദേവൻ്റെ കൃപയാൽ ഈ സർവൈശ്വര്യ പൂജയിൽ ചേർന്നതുകൊണ്ട് ഒരുമിച്ച് പോകുന്നു, പ്രശ്നങ്ങളില്ലാതെ പോകുന്നു. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ മഹാദേവനാൽ അവർക്കത് വാങ്ങിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ചേരുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പം മനുഷ്യനല്ലേ, തെറ്റായ ചിന്താഗതികളൊക്കെ പലർക്കും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവരൊക്കെ ചേരുക. ഞാനിങ്ങനെ ഒരു തൊഴിലുമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപജീവനമാർഗ്ഗമായിട്ടാണ് എന്ന് വിചാരിക്കേണ്ട. ഞാനിതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അല്ല, ഇത് ജീവിക്കാൻ വേണ്ടി ഒരു ഉപാധിയായിട്ട് ആരും കാണരുത് എന്നുള്ളത് വിചാരിക്കുക. ആ കൂടെ ഞാൻ അതും പറഞ്ഞു തരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് മനുഷ്യരല്ലേ, മനുഷ്യൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി ഒരു കാര്യം അധ്വാനിക്കാതെ ജീവിക്കാം. ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു തെറ്റായ ചിന്താഗതിയാണ് അധ്വാനിക്കാതെ ഈ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും മനസ്സുകൊണ്ടും നമ്മുടെ സമയം കൊണ്ടും ഒക്കെ നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് നമ്മളൊരു ഉപകാരം ചെയ്യുന്നത് വലിയൊരു അധ്വാനമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലരൊക്കെ അന്നേരം കമൻ്റ് ഇടും, അധ്വാനിക്കാതെ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന്. അവരുടെ സമയം മോശമല്ല എന്നങ്ങ് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കട്ടെ. ഇപ്പം താല്പര്യമുള്ളവരൊക്കെ പൂജയിൽ ചെയ്ത് ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നക്ഷത്രഫലം കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം കന്നിക്കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടി വ്യാഴം സഞ്ചരിച്ച സമയമാണ്. എത്രയോ കന്നിക്കൂറുകാരായിട്ടുള്ള ദമ്പതിമാരുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടിയും സ്വരച്ചേർച്ചക്കുറവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് പേര് നമുക്ക് പിരിഞ്ഞേക്കാമെന്നും പറഞ്ഞു. പക്ഷേ അവരെയൊക്കെ പിടിച്ചു നിർത്തുവാൻ ഈ നക്ഷത്രഫലത്തിന് കഴിഞ്ഞു. കാരണം അവരോടൊക്കെ നമ്മൾ പല പ്രാവശ്യം പറയുമ്പോൾ അവർ ഒരു പ്രാവശ്യം അത് ചിന്തിക്കും. സമയദോഷം കൊണ്ടാണെന്നുള്ളത് ഒരു പ്രാവശ്യം ചിന്തിക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം കേട്ട് അങ്ങനെ ഒരുപാട് പേർ സ്വയം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ അങ്ങ് മുമ്പോട്ട് പോയി. ഇനിയിപ്പോൾ അവരുടെ സമയമൊക്കെ അങ്ങ് മാറുകയാണ്. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 30-40 വർഷത്തെ ഒരു എഗ്രിമെൻ്റാണ്. അതിൻ്റെ ഇടയ്ക്കൊരു കഷ്ടതയും പ്രയാസമൊക്കെ വന്നെന്നും പറഞ്ഞ് ഇത് എടുത്ത് ദൂരെ കളയാനുള്ളതല്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നക്ഷത്രഫലമൊക്കെ ഓരോ ദിവസവും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നല്ല അനുഭവങ്ങളിൽ കൂടി അവർ പോകണം. പ്രതികൂലമാണെങ്കിലും അത് കേൾക്കുക, മനസ്സിലാക്കുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതിനുവേണ്ടിയൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അപ്പോൾ നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. നാളെ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരുടെ അനുഭവം നോക്കാം. നാളത്തെ ദിവസം അവർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മയൊന്നും അത്ര അനുകൂലമല്ല. അവർ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ടെൻഷൻ അടിച്ചും പ്രയാസപ്പെട്ടും ഒക്കെ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവരുടെ മാതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. അങ്ങനെ അവർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് പിതാവിനെ കൊണ്ടുള്ള ഒരു ടെൻഷൻ നിലനിൽക്കുന്ന സമയമാണ്. ആ പിതാവ് അവർക്ക് സപ്പോർട്ടായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നൊരു സമയമല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നാളത്തെ ദിവസം ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ചുള്ള അലസത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അവരുടെ ജീവിതത്തിൽ അലസത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ നേത്രരോഗം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. സൽചിന്താഗതി കുറവായിരിക്കുന്നൊരു ദിവസമാണ്. ചിലരൊക്കെ വിദേശത്ത് ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിലൊക്കെ ഏർപ്പെടുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും. അവർക്ക് തൊഴിൽപരമായി നേട്ടമുണ്ടെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ടെൻഷൻ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ അവരുടെ പിതാവിനെ കൊണ്ടും അവർക്ക് ടെൻഷൻ ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതും ഒരു പ്രശ്നമാണ്. മാതാവിൻ്റെ ഭാഗം അനുകൂലമാണ്. വീട് വസ്തുവാഹനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ധനനഷ്ടവും നേത്രരോഗവും സൽചിന്താഗതി കുറവും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദനാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. മാതാവിനെ കൊണ്ട് അനുകൂലമാണ്.
എന്നാൽ പിതാവിനെ കൊണ്ട് അവർക്ക് അനുകൂലമായൊരു ദിവസമല്ല. പെൺമക്കളാൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാൻ സാധ്യതയുണ്ട്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക. അവർക്ക് ആരെയും ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഉത്സാഹം, സാഹസം, ഭൂമി ലാഭമായിട്ടൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനനേട്ടം, ദാമ്പത്യ സുഖം, സ്ത്രീ സുഖം, ദൈവാധീനം. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ പിതാവിൻ്റെ സ്ഥിതിയും മാതാവിൻ്റെ സ്ഥിതിയൊക്കെ അവർക്ക് അനുകൂലമാണ്. പ്രശസ്തിയും ധനസമൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ചിലർക്കൊക്കെ വലിയ അധ്വാനം കൂടാതെ ധനം ലഭിക്കുന്ന ഒരു ദിവസവുമാണ്. പക്ഷെങ്കിൽ അവർക്ക് അവരുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ഒരു കുടുംബ സംവിധാനത്തിൽ അഭിപ്രായ വ്യത്യാസത്തിനോ തർക്കത്തിനോ ഒക്കെ സാധ്യതയുണ്ട്, ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം അത്ര സുഖകരമായൊരു ദിവസമല്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യക്കേടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. പ്രതികൂലങ്ങളൊക്കെ വന്നു ചേരാം എന്നുള്ളതാണ്. ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടതയാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പോൾ നാളത്തെ ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചോളം ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കും. പ്രത്യേകിച്ച് പാപഗ്രഹം നിന്നാൽ ഉറപ്പാണ് കഷ്ടതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കഷ്ടത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ആരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനോ ഒന്നും പോകാതെ നാളത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളർക്ക് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ അവരെ ശല്യം ചെയ്യുന്നൊരു ദിവസമാണ്. നാളത്തെ ദിവസം അവർക്കൊരു ഓപ്പറേഷൻ നടന്നേക്കാം. ഒരു ഓപ്പറേഷൻ അവർക്കുണ്ടായേക്കാം. കാരണം ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എപ്പോഴും അതിൻ്റെ നിറം തന്നെ ചുവപ്പാണ്. അത് രക്തപങ്കിലമായ അടയാളം എപ്പോഴും കാണിക്കുന്നൊരു ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് 7 ചൊവ്വയാണെങ്കിൽ ഇപ്പം ഭാര്യയും ഭർത്താവും അല്പം ഭാര്യയ്ക്കൊരു ഓപ്പറേഷൻ കാണും, ഭർത്താവിനൊരു ഓപ്പറേഷൻ കാണും. അങ്ങനെയൊക്കെ സംഭവിക്കാനൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ രോഗങ്ങൾ ശല്യം ചെയ്ത് അവർക്ക് അപ്രകാരമുള്ളൊരു അനുഭവം അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കലഹത്തിന് സാധ്യതയുണ്ട്, അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഈ കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ, അത്തം, ചിത്തിര, 2 പാദം നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര, 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം മനോദുഃഖം, പുത്രദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തുക്കൾ മുഖേന ചതിവ് പറ്റാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം അതിനാണ് കൂടുതൽ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. മനോദുഃഖം, ചിലർക്കൊക്കെ പുത്രദുഃഖം, പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖം അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനോ ദേഷ്യം മൂലം ശത്രുതയ്ക്കൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. നാളത്തെ ദിവസം പുത്രദുഃഖ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്നുള്ള കോപം, ക്ഷിപ്രകോപം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വെട്ടെന്ന് മുറി 2 എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി നാളത്തെ ദിവസം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. കൂടുതൽ ആൾക്കാരുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ്. ഈ കോപം മൂലം അവരുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം പ്രതികൂലമാണെന്ന് മനസ്സിലാക്കുക. പെട്ടെന്നുള്ള ദേഷ്യത്തെയൊക്കെ കടിച്ചമർത്തി പിടിക്കുക. അതൊക്കെ പിന്നീട് അതിൻ്റെ പരിണിത ഫലമായിട്ട് ജീവിതത്തിൽ ദോഷം വന്നു ചേരും.
അപ്പോൾ നാളത്തെ ദിവസം പെട്ടെന്ന് കോപം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൺമക്കളാൽ ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്, മനോദുഃഖത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവർ ഇപ്പോൾ ധനപരമായി വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നിൽക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും അവർക്കൊന്നും ചെയ്തെടുക്കാൻ പറ്റാതെ വിഷമസ്ഥിതിയിൽ കൂടി കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെയേറെ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഇത്തരത്തിലുള്ള അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം വീട്, ധനം, ഭൂമി, വാഹനം, ബന്ധുക്കൾ എന്നിവ സംബന്ധിച്ചുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതൃദുഃഖവും അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പം ഭൂമി, വീട്, വസ്തു, വാഹനം, ബന്ധുക്കൾ, മാതൃദുഃഖം, അപ്പോൾ മാതൃസുഖം എന്നിവയ്ക്ക് ദോഷം വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യക്കേടുകളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. അപ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി, ബന്ധുക്കൾ, അതുപോലെ തന്നെ മാതൃസുഖം എന്നിവ ഭാഗ്യക്കേടുകളായിട്ട് അല്ലെങ്കിൽ ദോഷമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അനുഭവ ഗുണമില്ലാത്തവരായി തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് മുഖേന ഇവർ മനോദുഃഖം അനുഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം, 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ആരോഗ്യമൊക്കെ ആയിരിക്കും. ഏത് കാര്യം തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ സഹോദരന് ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനപരമായി നേട്ടം പ്രതീക്ഷിക്കാം. ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറ്റിയൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ തൊഴിൽപരമായി നാളത്തെ ദിവസം വലിയ മെച്ചമൊന്നും അല്ലെങ്കിലും കാര്യങ്ങൾ നടന്നു പോകത്തക്ക വിധത്തിലുള്ള ധനനേട്ടം വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. പക്ഷെങ്കിൽ സഹോദര ദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇതാണ് മകരക്കൂറുകാരുടെ നാളത്തെ നക്ഷത്രഫലം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം ഭാഗ്യക്കേടിൻ്റെ ദിവസമാണ്. കടം വാങ്ങേണ്ട സാഹചര്യം വരും. ധനം കടം വാങ്ങേണ്ട സാഹചര്യം വരും. കുടുംബസുഖം അത്ര നല്ലതല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും വളരെ മോശമായ ഒരു ദിവസമാണെന്നുള്ളതാണ് അറിയേണ്ടത്. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം ഒട്ടും തന്നെ അനുകൂലമായ ദിവസമല്ല. അവരുടെ ജന്മത്തിൽ ചൊവ്വ നിൽക്കുന്നു, 12ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. വളരെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. ചോരഭയം, അഗ്നിഭയം, അതുപോലെ തന്നെ ശത്രുഭയം, നേത്രരോഗം, പുത്ര ക്ലേശം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും പുത്രന്മാർക്കും ഒക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാം. അങ്ങനെ നാളത്തെ ദിവസം പ്രതികൂലമായ ഒരു ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളത് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികൾ, ഉത്രട്ടാതി, രേവതി നാളുകാർ മനസ്സിലാക്കുക. നാളത്തെ ദിവസം വളരെ പ്രതിസന്ധിയായിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു വരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തിയെയും മഹാദേവൻ അനുഗ്രഹിക്കണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരും. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ് മഹാദേവനോട്. മഹാദേവ, ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മഹാദേവൻ എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥന കേട്ട് മഹാദേവനെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും വിശ്വസിക്കുക. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക. ഇപ്പോൾ ഒരു പക്ഷേ പ്രതിസന്ധിയിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെട്ടൊക്കെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും മഹാദേവനാൽ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് സന്തോഷം നിറഞ്ഞ സമൃദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ മഹാദേവനെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടു കൂടി നമ്മൾ മഹാദേവനെ തന്നെ ആരാധിക്കുക. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക, നമ്മൾ പ്രാർത്ഥിക്കുക. മഹാദേവൻ തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രസാദിക്കും. അപ്പോൾ നാളത്തെ ദിവസവും എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.